ടാൻജിയം 1 വളരെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു IEM ആണ്. അപ്പോൾ ഈ ബഡ്ജറ്റിൽ വരുന്ന ബാക്കി IEMs വെച്ച് നോക്കുമ്പോഴത്തേക്കും എല്ലാത്തിൽ നിന്നൊന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് IEM ആണ്. കാരണം ഇത് ഒരു ഓഡിയോ എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള ആൾക്ക് യൂസ് ചെയ്യാൻ പറ്റും, അതേ സമയത്ത് ഒരു കാഷ്വൽ ലിസണർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് IEM ആണ്. ഇതൊരു അനലറ്റിക്കലോ അല്ലെങ്കിൽ ഭയങ്കര ഒരു മിക്സിങ്ങിനോ അതൊന്നും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു IEM അല്ല. പക്ഷെ നിങ്ങൾക്ക് റിലാക്സ്ഡ് ആയിട്ട് എവിടെയെങ്കിലും ഇരുന്ന് ഇങ്ങനെ സമാധാനത്തിൽ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു IEM ആണ്. ഇതിന് ഭയങ്കര ബേസ് റെസ്പോൺസ് എന്നുള്ളൊരു IEM അല്ല, അതുപോലെ ട്രബിൾ റെസ്പോൺസും അധികം ഇല്ലാത്തൊരു IEM ആണ്. പക്ഷേ നല്ല മെയിൽ വോക്കൽസ് കിട്ടുന്ന ടൈപ്പ് ഒരു IEM ആയിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത്. അപ്പോൾ ഇതിന്റെ ബേസ് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് എന്താ പറയുക, ബേസ് ഈസ് ദെയർ, പക്ഷെ അത് നമുക്ക് ബാക്കിയുള്ള ഇതിൽ നിന്ന് കിട്ടുന്ന പോലത്തെ ഒരു ഭയങ്കര മറ്റേ അങ്ങനത്തെ ബേസ് അല്ല. നല്ല ടിമ്പർ ഉണ്ട്, സൗണ്ട് നല്ല ടിമ്പറുള്ള നല്ല സൗണ്ടാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ ട്രബിൾ എന്ന് പറയുന്ന സംഭവം നോക്കിയേ വേണ്ട. ഈ ട്രബിൾസ് ഇഷ്ടമുള്ള ആൾക്കാർ ഈ സാധനം എടുക്കുകയും ചെയ്യരുത്. പക്ഷെ നിങ്ങൾക്ക് ഭയങ്കര ഒരു സ്മൂത്ത് സൗണ്ടിങ് എന്ന് പറയില്ലേ, അപ്പൊ അങ്ങനെ വരുന്നൊരു IEM ആണിത്. ഇതിന്റെ സൗണ്ട് എന്ന് പറയുന്നത് എനിക്ക് ഒറ്റ വാക്കി പറഞ്ഞാൽ ഭയങ്കര സ്മൂത്ത്, ഒരു ക്രീമി ബട്ടറൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീലില്ല, അതുപോലത്തെ ഒരു സൗണ്ടാണ് ഇതിൻ്റെ അകത്ത് നിന്ന് വരുന്നത്. പിന്നെ എനിക്ക് ഇതിൻ്റെ ഒരു നല്ല കാര്യം എന്ന് പറയാനായിട്ടുള്ളത് ചെറിയൊരു IEM ആണ്, ഒട്ടും വെയിറ്റ് ഇല്ല, ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല ഫിറ്റ് ആണ്. ആക്ച്വലി ചെറിയ ചെവിയുള്ളവർക്കും വലിയ ചെവിയുള്ളവർക്കും ഒക്കെ നന്നായിട്ട് ഫിറ്റ് ആകുന്ന ഒരു IEM ആണ്. പിന്നെ എന്തോ ഭാഗ്യത്തിന് ടാൻജിയം ഇതിന് ഡിറ്റാച്ചബിൾ കേബിളാണ് വെച്ചേക്കുന്നത്. പക്ഷേ ഈ 2-pin കണക്ടർ എന്ന് പറയുന്നത് ഇങ്ങനെ താഴത്തേക്ക് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിസൈനാണ് ഇതിൻ്റെ അകത്ത് വന്നേക്കുന്നത്. ആക്സസറീസ് ഒക്കെ വരുന്നുണ്ട്, ഒരു ക്യാരി പൗച്ചൊക്കെ കിട്ടുന്നുണ്ട്. കൂടെ കിട്ടുന്ന കേബിൾ ഒരു ഇച്ചിരി ഒരു ക്വാളിറ്റി ഇല്ലാത്ത കേബിൾ പോലെയാണ് അത് ഇരിക്കുന്നതെന്നുണ്ടെങ്കിലും ഞാൻ ലോങ് റണ്ണിൽ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് ക്യാഷ്വലി കുറച്ച് ദിവസത്തേക്ക് യൂസ് ചെയ്യാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇത് ലോങ് റണ്ണിൽ എങ്ങനെ ആകും എന്നുള്ള കാര്യം അറിയാൻ പാടില്ല. പക്ഷേ കേബിൾ അത്ര രസമുള്ളൊരു ക്വാളിറ്റി അല്ല. പിന്നെ ബാക്കി വരുന്ന അക്സസറീസ് ഞാൻ പറഞ്ഞല്ലോ, നല്ല അക്സസറീസ് ആണ് വരുന്നത്. നോർമൽ വരുന്ന എല്ലാ സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇതിന്റെ കൂടെ ഉള്ളത്. പക്ഷെ ഇതിന്റെ എന്താ പറയുക, ബാക്കിയുള്ളത് ഇതിനെ വേറിട്ട് നിർത്തുന്നത് ഇതിന്റെ ഒരു ട്യൂണിങ് ആണ്. അപ്പൊ നിങ്ങളൊരു സ്മൂത്ത് ആൻഡ് ബട്ടറി അങ്ങനത്തെ ഒരു സൗണ്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. നേരത്തെ പറഞ്ഞ പോലെ അനലിറ്റിക്കലോ അല്ലെങ്കിൽ എഡിറ്റിംഗ് പർപ്പസിനോ ഒന്നും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു IEM അല്ല ഇത്. കാരണം ഇതിന്റെ ഈ ഒരു ട്യൂണിങ് അത് ഒരു കൊമേഴ്ഷ്യൽ അങ്ങനത്തെ ഒരു സെറ്റപ്പിനൊക്കെ പറ്റുന്ന ഒരു സാധനമാണ്.